നമ്മൾ സാധാരണ സംസാരത്തിൽ പറയാറുണ്ടല്ലോ, ആയിരുന്നെങ്കിൽ, ഉണ്ടായിരുന്നെങ്കിൽ എന്ന്, അതായത് വന്നിരുന്നെങ്കിൽ, പോയിരുന്നെങ്കിൽ എന്ന്. ഇംഗ്ലീഷിൽ അതിൻ്റെ പ്രയോഗം ഐ വിഷ് എന്നാണ്. അതിന് ഹിന്ദിയിൽ എന്താണ് പറയാം? ഐ വിഷ് എന്ന ഹിന്ദി വാക്ക്, അതായത് നമുക്കൊരു കാര്യം സംഭവിച്ചിട്ടില്ല, പക്ഷെ അത് സംഭവിക്കാൻ നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യത്തിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന വാക്കാണ് കാശ് എന്നത്. അതായത് സംഭവിച്ചിരുന്നുവെങ്കിൽ എന്നൊരു ആഗ്രഹം പോലെ. ഓക്കെ, അതിന് നമുക്ക് ചില ഉദാഹരണങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. അതായത് എനിക്കൊരു കാർ ഉണ്ടായിരുന്നുവെങ്കിൽ, കാശ് മുझे ഏക് ഗാഡി ഹോത്തി, അല്ലെങ്കിൽ കാശ് മുझे ഏക് കാർ ഹോത്തി എന്നും പറയാം. നിങ്ങൾ നേരത്തെ ഇന്ന് വന്നിരുന്നെങ്കിൽ, കാശ് തും ആജ് സമയ് പർ ആയേ ഹോത്തെ. എനിക്ക് നന്നായി ഒന്ന് പാട്ട് പാടാൻ സാധിച്ചിരുന്നെങ്കിൽ, കാശ് മേ അച്ഛാ സ ഗാ പായ ഹോത്ത, അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ഗാ പായി ഹോത്തി എന്നും പറയാം. നിങ്ങൾ നേരത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, കാശ് മേ ആപ്കോ പെഹലെ ദേക്കാ ഹോത്ത. അതായത് നമ്മൾ സംഭവിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, എന്നാൽ സംഭവിക്കാൻ വളരെ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ട്. നമുക്കത് വേണം, ഒരു കാറ് വേണം, അല്ലെങ്കിൽ ഒരു വീട് വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പം ഐ വിഷ് എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാറില്ലേ? ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഹിന്ദിയിൽ കാശ് എന്ന കാര്യം ഉപയോഗിക്കുന്നത്. കാശ് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ച ശേഷം മുझे ഏക് കാർ ഹോത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിഷ് ഐ ഹാഡ് എ കാർ എന്നായിരിക്കും അതിന് മീനിങ് വരുന്നത്. മൊബൈൽ ഉണ്ട് നിങ്ങളുടെ അടുത്ത്? ഐഫോൺ ആണല്ലേ? അതെ അതെ. എൻ്റെ അടുത്തൊരു ഐഫോൺ ഉണ്ടായിരുന്നെങ്കിൽ, അതൊന്ന് ഹിന്ദി പറയാമോ? കാശ് മുझे ഏക് ഐഫോൺ ഹോത്ത. ഓക്കെ, ഇങ്ങനെ ഏതും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഭാഷയുടെ കൃത്യത നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, കാശ് ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതിനെന്താണ് ഹിന്ദിയിൽ പറയാമെന്ന് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ എന്തായാലും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഖുദാ ഹാഫിസ്.